ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരാം. അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഈ ചെറിയൊരു വ്ളോഗ് ആവട്ടെ എന്ന് വിചാരിച്ചു. ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ ഇറങ്ങിയതാണ്. മക്കളുണ്ട്, ഞാനുണ്ട്, ഉമ്മ ഉണ്ട്, ഇക്കയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഭയങ്കര കരച്ചിലൊക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ച് വിശന്നിട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ട് ഫലാഫിലൊക്കെ മേടിച്ചിട്ടോ. അതിന് 2 ജ്യൂസും മേടിച്ചിട്ടുണ്ട്. അത് ഷാർജ ഷേക്കാന്ന് പറഞ്ഞു. അവിടെ ഇളനീർ ഷേക്ക് കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഇളനീർ ഷേക്ക്. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഷാർജ ഷേക്കെങ്കിൽ ഷാർജ ഷേക്ക് അതാ ഈ കടയിൽ നിന്നാട്ടോ വാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് ഇവിടുന്ന് കിട്ടുക. ഇത് വെള്ളിപറമ്പുള്ളൊരു കടയാണ്, മാവൂർ റോഡ് പോകുന്ന വഴിക്കുള്ള. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലെത്തി. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നൊന്നും വിചാരിച്ചിറങ്ങിയതല്ല. ടൗണിൽ പോകണം, കുറച്ച് സാധനം മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. അങ്ങനെ മക്കൾക്കൊരു ഈവനിങ് ആയപ്പം ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങി വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ. അങ്ങനെ അവരിറങ്ങി അവരേതായിട്ടുള്ളൊരു ലോകത്തെത്തിയ പോലെ അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ്സും നല്ല രസമായിരുന്നു അവിടുന്ന്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ അങ്ങോട്ടൊക്കെ നടന്നപ്പോൾ പിന്നെ അധികം ആളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഒരു സൺഡേ കഴിഞ്ഞുള്ള ദിവസം, മൺഡേ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരക്കൊക്കെ കുറവുണ്ട്. ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേഗം കടലിൽ ഇറങ്ങണം കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റാണ് ഇറക്കാറ്. പക്ഷേ ഇത് ഇപ്പം ഫസ്റ്റ് തന്നെ ഇറങ്ങാനുള്ളൊരു മൂഡായിട്ടാണ് മോൻ വന്നത്. അതിന് ഞാനിതാ കൊണ്ടുപോയി ഇറങ്ങി. മോൾക്ക് കാറ്റൊക്കെ ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ അവൾ ബാക്കോട്ട് വലിയാണ്. ഇനി അവൾക്ക് റെഡിയായി വരണം. അപ്പോഴേക്കും ഞാനിവനെ ഒന്ന് വെള്ളത്തിലൊക്കെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങി. മക്കൾക്ക് ഒരു പ്രത്യേക രസമാണല്ലോ. പക്ഷെ സൂക്ഷിക്കുകയും വേണം മക്കളെ. അങ്ങനത്തെ ഒരു ഇതാണ് കടലെന്ന് പറയുമ്പോൾ. നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ, പേടിയുണ്ടാവും. പക്ഷേ എന്നാലും അവർക്ക് രസമാണല്ലോ. അങ്ങനെ ഞങ്ങളിതാ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇക്കാക്കപ്പുറത്തുണ്ട്, മോളെടുത്ത് ഇമ്മയുണ്ട്. അങ്ങനെ അവൾക്ക് ഇറങ്ങണമെന്നുണ്ട്. ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചുള്ളൊരു നിൽപ്പാണ് അവൾക്ക്. കാറ്റിന് ചെറിയ പേടിയുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് മടിയൊക്കെ മാറി അവളും ഇറങ്ങിയിരിക്കണം കേട്ടോ. ഇക്കാക്ക അവളെ ഇറക്കി. ഇവന് കയറൂല. പിന്നെ ഞങ്ങളിങ്ങനെ കയറാനൊക്കെ പറയുന്നുണ്ട്, അത് വാങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് ഉപ്പിലിട്ടത്, വറുത്ത കാര്യങ്ങൾ, അതൊക്കെ നല്ല രസമാണല്ലോ കഴിക്കാൻ. പക്ഷേ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോവാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ എപ്പോഴും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം അവന്. എന്തെങ്കിലും ജീപ്പ്, കാറ്, പിന്നെ എന്തെങ്കിലും പമ്പരം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ലാസ്റ്റ് അവന് ഒരു ജീപ്പ് വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങി ഒരു പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ SM സ്ട്രീറ്റിലൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. SM ബീച്ച് 2-3 സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഒരു റാക്കൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. പിന്നെ മക്കൾക്കൊക്കെ ഒന്ന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഫുഡ് വാങ്ങി കാർന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹോട്ടലിൽ നിന്ന് കയറി കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ.